സിനിമാ തർക്കം പുതിയ വഴിത്തിരിവിലേക്ക്. ഇത് ഇതുവരെ കഴിഞ്ഞില്ലേ? അതിന് തുടങ്ങാൻ നമ്മൾ സമ്മതിച്ചിട്ട് വേണ്ടേ? മാർച്ച് 25-ന് ശേഷം റിലീസ് ചെയ്യുന്ന സിനിമകൾക്ക് ഫിലിം ചേംബറിന്റെ അനുമതി വാങ്ങി വേണം കരാർ ഒപ്പിടാനെന്ന അഫിലിയേറ്റ് സംഘടനകളോട് ഫിലിം ചേംബർ നിർദ്ദേശിച്ചു. നീ വിട്ടു, ഇത് എനിക്കുള്ള പണിയാ. 27-ന് റിലീസ് ചെയ്യുന്ന മോഹൻലാൽ ചിത്രം എമ്പുരാനെ ലക്ഷ്യമിട്ടാണ് പുതിയ നിർദ്ദേശമെന്ന വിമർശനം ഉയരുന്നുണ്ട്. ആശാന്റെ അടുക്കളയിൽ കയറി കളിച്ചു തുടങ്ങിയല്ലോടാ അന്ത്രോ. സുരേഷ് കുമാറിനെതിരായ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ഫിലിം ചേംബർ ആന്റണി പെരുമ്പാവൂരിന് നോട്ടീസ് അയച്ചു. ഈ ഓലപ്പാമ്പ് കണ്ടാലൊന്നും ഉല്ലാസ് കുമാർ പേടിക്കില്ല. നമുക്കിനി തെരഞ്ഞെടുപ്പ് ഗോതയിൽ വെച്ച് കാണാം. കാണടാ വാടാ. ഫിലിം ചേംബറിന്റെ തീരുമാനങ്ങൾക്ക് തിയേറ്റർ ഉടമകളുടെ സംഘടനയായ ഫിയോക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. നീ എന്നെ പറയുന്നില്ലേ? സംഘടനാ നേതാക്കളുടെ സമ്മർദ്ദത്തിന് വഴങ്ങി ആന്റണി പെരുമ്പാവൂർ ജി സുരേഷ് കുമാറിനെതിരായ വിവാദ ഫേസ്ബുക്ക് പോസ്റ്റ് ഒടുവിൽ ഡിലീറ്റ് ചെയ്തു. പക്ഷേ ഇതാ പരസ്യമായി ഈ പൊതുവാളിന് ഞാൻ പൊതുമാപ്പ് നൽകിയിരിക്കുന്നു. ചേംബറിന്റെ മെമ്പർമാരെ രണ്ടുപേരും. അപ്പൊ ആ ചേംബറിന്റെ മെമ്പർമാരായിട്ടുള്ള രണ്ടുപേരുണ്ടായിട്ടുള്ള ചെറിയൊരു അഭിപ്രായ വ്യത്യാസങ്ങൾ വന്ന സംസാരത്തിൽ വന്ന കാര്യങ്ങൾ, അത് ഞങ്ങളുടെ ഒരു കുടുംബത്തിലുണ്ടായ വിഷയം ഞങ്ങൾ സംസാരിച്ച് തീർത്തു. അത്ര അതിനപ്പുറം വേറെ ഒന്നുമില്ല. അറിഞ്ഞില്ലേ? എല്ലാം പറഞ്ഞ് കോംപ്ലിമെന്റ്സ് ആക്കി. ഫിയോക്, ഫിലിം ചേംബർ, ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റുമാരുടെ സാന്നിധ്യത്തിൽ ഇന്ന് ചേർന്ന ഓൺലൈൻ ചർച്ചയിലാണ് ആന്റണി പെരുമ്പാവൂർ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായത്. എന്റെ പൊന്നു പിഷാരടി ചേട്ടാ, നമ്മളൊക്കെ ഒരു സഹകരണ ബാങ്ക് പോലെ ഒത്തൊരുമയോടെ കഴിയേണ്ട ആൾക്കാരല്ലേ. അങ്ങനെ എല്ലാ കാര്യത്തിലും നമുക്കൊരു സഹകരണവും സമാധാന സന്ധിയും ആവാം.